അപ്പോൾ ഈ പെങ്കൊച്ച് എങ്ങനെ ഇവിടെ എത്തിപ്പെടാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട് ജോലി വാഗ്ദാനം ചെയ്താണ് ആ പെങ്കൊച്ച് ഇവിടെ വരുന്നത്. ഈ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ടെന്ന് പറഞ്ഞ് ഈ പെങ്കൊച്ചും ഞങ്ങളോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഞാൻ ഇൻസ്റ്റാഗ്രാം വഴി എനിക്ക് ജോലി തരാമെന്ന് പറഞ്ഞാണ് ഇവർ വിളിച്ചത്. അതിന് ശേഷം ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്കവർ ജോലി തരികയില്ലെന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ കൊച്ചിനെ എടുത്തിട്ട് ഇവളെ കൊന്നു കളയുന്നു. ഇവള് രാത്രി സംസാരം കേട്ടെന്നാണ് ഇവൾ പറഞ്ഞത്. അത് ഞങ്ങളങ്ങോട്ട് വിശ്വസിച്ചില്ല. ഇവളവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകുന്നതാണല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ ഇന്നലെ ഈ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം വന്നപ്പോഴാണ് കൂടുതൽ കൊച്ചിനെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പോലീസ് ഞാൻ പറഞ്ഞു ഇവർ കൊച്ചിനെ എവിടെയെങ്കിലും ആക്കണമല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു സാറേ എന്നാൽ സഹീലും എൻ്റെ ഫോണില്ലായിരുന്നു, സഹീലും സ്നേഹിതയിലും ഒന്ന് വിളിക്കുക. അപ്പോൾ സാറന്മാർ അവിടെ നിന്ന് തന്നെ അന്നേരം വിളിച്ചു. അപ്പോൾ പറഞ്ഞു എന്നാൽ ഒരു കാര്യം ചേച്ചി ഒരു 1-1.5 മണിക്കൂർ നേരം ഈ കൊച്ചിനെ ഒന്ന് കെയർ ചെയ്യണം, ഞങ്ങൾ പോയിട്ട് പോലീസിനായിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് കൊച്ചിന് ചോറും കൊടുത്ത് അവിടെ വിശ്രമിക്കാനുള്ള സ്ഥലവും കൊടുത്ത് ഞാൻ അവിടെ ഇരുത്തി. 1-1.5 മണിക്കൂർ നേരം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വനിതാ പോലീസായിട്ട് വന്ന് അപ്പോൾ ഞാൻ എവിടെയാണ് ആക്കുന്നതെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു ഞങ്ങളെ സാന്ത്വനത്തിലാക്കുന്നത്, ശാന്തിനഗർ കോട്ടയം അവിടെ ആക്കുന്നതെന്ന് പറഞ്ഞു. പിന്നെ എനിക്ക് ആ കൂട്ടത്തിൽ പോകാനൊന്നും തോന്നിയില്ല, കാരണം വനിതാ പോലീസാണല്ലോ വന്നേ, അവരുടെ കൂട്ടത്തിൽ പോയപ്പോൾ അവർ സുരക്ഷിതരായല്ലോ എന്ന് ഓർത്തു. പിന്നെ വേറൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. പിന്നെ പിന്നെ ഇന്നലെയാണ് റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം നമ്മൾ അറിയുന്നത്. ഇന്നലെ ഒരു 27 ദിവസമായിട്ട് ഇവിടെ താമസിക്കുന്നു എന്നാണ് പറയുന്നത്. ദിവസമില്ല, ആ പെങ്കൊച്ച് പറഞ്ഞത് ജൂലൈ 16-ാം തീയതി ഇവിടെ വന്നെന്നാണ് പറയുന്നത്. ഈ കുടുംബം അവിടെ താമസിക്കാനായിട്ട് 1 മാസമായിരുന്നു. പക്ഷേ ആർക്കും ഒരു പരിചയമില്ല ഇവരുമായിട്ടൊന്നും. കാര്യം എൻ്റെ വീടിന് ഒരു 3-4 വീടിനപ്പുറമാണ് ഈ താമസിക്കുന്നത്. അവർ വന്നിട്ട് അധികമായില്ല. ആ വീട്ടിൽ ആ വാടകയ്ക്ക് ആൾ വന്നു എന്ന് ഞാൻ അറിഞ്ഞു. അപ്പം ഉടനെ ഒരു സർവേ ഞങ്ങൾക്ക് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും പോകുമ്പം പരിചയപ്പെടാൻ എന്നായിരുന്നു ഞാൻ ഓർത്തത്. കാരണം 1-ാം തീയതി വരെ ഞങ്ങൾക്ക് സർവേക്ക് പോകണം. അപ്പോഴത്തേക്കും ഹൗസ് വിസിറ്റ് നടത്തുമ്പോൾ അറിയാമല്ലോ എന്നാണ് വിചാരിച്ചത്. അതിനിപ്പോഴേ ഈ സംഭവം ഇതിങ്ങനെ കിട്ടി.